അൽ-ഹിക്കായത്തു സാനിയത്തു അൻ ദിന്നൂനിൽ മിസ്രി അയ്ളൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ഹിക്കായത്ത് ദിന്നൂനി മിസ്രി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതുപോലെ രണ്ടാമത്തെ ഹിക്കായത്തും. ഖാല മഹാനവർകൾ പറയുന്നു, ബൈനമാ അന അസീറു ഫി നവാഹി ഷാമി, ഷാമിന്റെ ഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ ഇത് വഖഅതു ഇലാ റൗളത്തിൻ ഖളറ, പച്ചത്തോട്ടത്തിലേക്ക് ഞാൻ പോയി. അങ്ങനെ സഞ്ചരിക്കായിരുന്നു. ആ സമയത്ത് ഞാൻ പച്ചത്തോട്ടത്തിലേക്ക് പോയി, അവിടെ എത്തി. ഒഫി വസ്തിക, നോക്കുമ്പോൾ എന്തുണ്ടെന്ന് അറിയാമോ? ആ തോട്ടത്തിന്റെ നടുവിലുണ്ട് ഷാബുൻ, ഒരു യുവാവ്. എങ്ങനത്തെ യുവാവ്? ഖായിമുൻ, അയാൾ നിൽക്കുന്നവനാണ്. യുസല്ലി, നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താഴത്തെ ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു യുവാവിനെ കാണാനിടയായി. സദറിൻ തുഫാൻ, ആപ്പിൾ മരമാണത്. അവർ ആ ആപ്പിൾ മരത്തിന്റെ അടിഭാഗത്ത് താഴത്തിലായിട്ട് നിസ്കരിക്കുന്ന ഒരു യുവാവിനെ കാണാനിടയായി. ഫതഖദ്ദംതു ഇലൈഹി, അങ്ങനെ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഫലം യറുദ്ദ അലയ്യ സലാമ, അദ്ദേഹം എന്റെ മേൽ സലാം മടക്കിയില്ല. ഫസല്ലംതു സാനിയൻ, അവ രണ്ടാമതും ഞാൻ സലാം പറഞ്ഞു നോക്കി. അപ്പൊ ഔജദ ഫീ സ്വലാത്തിഹി, അദ്ദേഹം അവിടുത്തെ നിസ്കാരത്തിൽ വേഗം ചുരുക്കം വരുത്തി. അത് കഴിഞ്ഞിട്ട് സുമ്മ കതബ, പിന്നെ അദ്ദേഹം എഴുതുന്നു ഫിൽ അർളി, ഭൂമിയില്, ബി അസ്ബഇഹി, തന്റെ വിരൽ കൊണ്ട്, ബി അസ്ബഇഹി, തന്റെ വിരൽ കൊണ്ട് എഴുതുകയാണ്. തന്റെ വിരൽ കൊണ്ട് ഭൂമിയിലതാ എഴുതുന്നു. എന്താ എഴുതിയെന്നറിയോ? മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു കഫുൽ ബലാഇ വജാലിബുൽ ആഫാതി വഇദാ നതഖത വകുൽ റബ്ബിക ദാകിറൻ لا تنسى وأحمده واحمدوا بالحالات. മുനി അല്ലിസാനു, നാവിനെ തടയപ്പെട്ടിരിക്കും. ഇതാണ് ഇപ്പൊ അയാൾ ആ ഭൂമിയിൽ എഴുതിയത്. വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാവൻ അർത്ഥം മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ മുനി അല്ലിസാനു മിനൽ കലാമി, സംസാരത്തെ തൊട്ട് നാവിനെ തടയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നാവിന് വീണ്ടുന്നില്ല, സംസാരിക്കാൻ പറ്റൂ. എന്താ കാരണം? ലിഅന്നഹു കഫുൽ ബലാഇ വജാലിബുൽ ആഫാതി, ഈ നാവ് എന്ന സാധനം പരീക്ഷണം, മുസീബത്തിന്റെ കുകയാണ്, മാണമാണ്. ആപത്തുകളെയും അപകടങ്ങളെയും ക്ഷണിച്ചു വരുത്തതും വലിച്ചു കൊണ്ടുവരുന്ന നാവാണ്. അപ്പൊ അത് മിണ്ടാതിരിക്കണം നല്ലത്. അടുത്തവരെന്താ? വഇദാ നതഖത ഫഖുൽ ലിറബ്ബിക ദാകിറാ, നീ സംസാരിക്കാൻ ഉദ്ദേശമുണ്ടോ? സംസാരിക്കുകയാണെങ്കിൽ നീ എന്താവണം? നിന്റെ റബ്ബിനെ ഓർക്കുന്നവനായി മാറിക്കോ. സംസാരിക്കാൻ റബ്ബിനെ ഓർക്കാൻ ദിക്റല്ല. ലാ തൻസ വഹ്മദു ബിൽ ഹാലാത്തി, ആ റബ്ബിനെ ഒരിക്കലും നീ മറന്നു പോവല്ലേ. എല്ലാ സന്ദർഭങ്ങളിലും ആ റബ്ബിനെ വാഴ്ത്തുക. ഇതേ നാവ് കൊണ്ട് മിണ്ടാൻ പറ്റൂ, വേറൊന്നും മിണ്ടണ്ട. ഇതാണ് ആ ചെറുപ്പക്കാരനായിരിക്കുന്ന ഞാൻ കണ്ട യുവാവ് ആ ഭൂമിയിൽ എഴുതിയത്. ഒരു മൗനത്തിലാണ്. ആ മൗനത്തിന്റെ അർത്ഥമാണ്, അതിന്റെ വാക്യമാണ് ഇവിടെ എഴുതി തന്നത്. അപ്പൊ ആ എഴുത്തിൽ പറഞ്ഞത് എന്താ? സംസാരിക്കുകയാണെങ്കിൽ അള്ളാനെ ഓർത്ത് സംസാരിച്ചു, ദിക്ർ ചൊല്ലി, അള്ളാനെ മറക്കണ്ട, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എല്ലാ വിപത്തുകളും എല്ലാ അപകടങ്ങളും എല്ലാ ബലാലി മുസീബത്തും വലിച്ചു കൊണ്ടുവരുന്നതും അതിന്റെ മാളവും നാക്കാകുന്നു, ശ്രദ്ധിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. ഖാല ദിന്നൂനിൽ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വീണ്ടും പറയുന്നു. എന്താ അവർ പറയപ്പോ ബക്കൈതു തോന്നിയിൽ, ഒരുപാട് ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ കരഞ്ഞെന്ന് മാത്രമല്ല, ഞാനും എന്റെ വിരൽ കൊണ്ട് ഭൂമിയിലും എഴുതി. എനിക്ക് കിട്ടിയ വരി ഇതാണ്: വമ്മാമിൻ കാതിബിൻ ഇല്ലാ സയുബിലാ വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു വലാ തകുതുബ് ബികഫിക വൈറ ശൈഇൻ യുസിറുക ബിൽ ഖിയാമത്തി അൻ തറാഹു. അർത്ഥം: വമാമിൻ കാതിബിൻ, ഒരൊറ്റ എഴുത്തുകാരനും തന്നെ ഇല്ല, ഇല്ലാത്ത യുബില, ആ എഴുത്തുകാരനെ പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ.
ആരെഴുതിയാലും വീണ്ടും ആ എഴുത്തുകാരനെ പരീക്ഷിക്കപ്പെടും. ശരിയല്ലേ? അത് താങ്കൾ എഴുതിയതാണ് മറ്റൊരു ഇതെല്ലാം പറയില്ലേ? അങ്ങനെയാണ് എഴുത്തുകാരന്റെ അവസ്ഥ. കൈകൊണ്ട് കരം കൊണ്ട് എന്ത് എഴുതി വെച്ചോ ആ എഴുതി വെച്ചതിനെ കാലം സൂക്ഷിച്ചുകൊണ്ടിരിക്കും, മാഞ്ഞു പോവുകയില്ല. അപ്പൊ എഴുത്ത് രേഖയാണ്. രേഖ ഉള്ള കാലത്തോളം ആ കാലങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും ഇന്നാൾ എഴുതിയതാണ് എന്ന്. അതുകൊണ്ട് പറയട്ടെ, നിന്റെ മുൻകൈ കൊണ്ട് നീ എഴുതരുത് വൈറശൈഇൻ, ഒരു വസ്തുവല്ലാതെ. എങ്ങനത്തെ വസ്തു? യുസിറുക, വസ്തു നിന്നെ സന്തോഷിപ്പിക്കും. ഖിയാമത്തി, അന്ത്യദിനത്തിൽ, അന്തറാഹു, ആ വസ്തുവിനെ നീ കാണാൻ. അപ്പൊ അന്ത്യദിനത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം മാത്രമേ നീ എഴുതാവൂ. പല അനാവശ്യങ്ങളോ ഫലമില്ലാത്ത ഒന്നും എഴുതണ്ട. എഴുതാൻ കഴിയുമെന്ന് വിചാരിച്ച് പലതും നീട്ടി വലിച്ച് എഴുതാൻ നിൽക്കണ്ട. അതൊക്കെ അപകടത്തിലേക്ക് വരും. ഈ രണ്ടുപേരി ഈ അർത്ഥത്തിൽ മറിച്ച് മൂപ്പരും എഴുതി ഭൂമിയിൽ. അങ്ങനെ എന്തിനു പറയും? എന്ത് സംഭവിച്ചു? പിന്നെ എവിടെന്നാ ഒരൊറ്റ അട്ടഹാസമാണ് ആ യുവാവ്. അട്ടഹസം, ചെറുപ്പക്കാരനാണ്. അങ്ങ് അട്ടഹസിച്ചു പോയി, നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഫാറഖദ്ദുന്യ ഫീഹ, ആ തോട്ടത്തിലായിട്ട് മൂപ്പരെന്തായെന്നറിയാമോ? അങ്ങനെ തന്നെ അട്ടഹാസത്തിൽ മരിച്ചുപോയി. ആ അട്ടഹാസത്തിൽ മൂപ്പർ ദുന്യാവിൽ വിട പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കുളിപ്പിക്കണം. അപ്പൊ ഹുസ്ലി ചെയ്യാനും അദ്ദേഹത്തെ കഫൻ ചെയ്യാനും മറമാടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ എടുക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങിയതാ. അങ്ങനെ ഇരിക്കുമ്പോ ഫൈദൻ ഖായിലുൻ യഖൂലു, അപ്പോൾ പറയുന്ന ഒരാൾ പറയുന്നു, ഖല്ലി അൻഹു, നീ തൊട്ടു പോകരുത്, മാറി നിൽക്കുക, അദ്ദേഹത്തെ തൊട്ട് മാറി നിൽക്കണം. എന്താ കാരണം? ഫഇന്നല്ലാഹ അസ്സ വജല്ല വഅദഹു, അദ്ദേഹത്തിനോട് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. എന്ത്? അല്ലാ യതവല്ല അംറഹു ഇല്ലൽ മലായികത്തു, അദ്ദേഹത്തെ ഏറ്റെടുക്കേണ്ടതും അദ്ദേഹത്തിന്റെ കാര്യം നിയന്ത്രിക്കേണ്ടതും ഏറ്റെടുത്തതും മലായിക്കത്തല്ലാതെ പറയാനുമില്ല കേട്ടോ. ഇത് ചെറുപ്പക്കാരനാണ്, മനുഷ്യനാണ്. മലക്കുകളാണ് അദ്ദേഹത്തെ പിന്നെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനാദ ഏറ്റെടുക്കുന്ന മലക്കുകളാണ്. ആർക്കും കുളിപ്പിക്കാനും പാടില്ല, കവർ ചെയ്യാനും പാടില്ല. ഈ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മയെപ്പോലെ തോന്നിയത് പറഞ്ഞത് കൊണ്ടാണോ? തോന്നിയത് എഴുതി കൊണ്ടാണോ? അല്ല, നാളത്തേക്കുള്ള കാര്യം ചിന്തിച്ചു. അവിടെ മനസ്സിന്റെ അകത്തളത്തിൽ അള്ളാഹിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലൂടെ അള്ളാഹിനെ കണ്ടെത്തുന്നു അവർ. അതിനുള്ള ജീവിതമാണ് അവർ നയിച്ചത്. ആലോചിച്ച് നോക്കുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. കാല ദുന്നൂനി, അങ്ങനെ ദുന്നൂനി തങ്ങൾ പറയുന്നു, മിൽത്തു ഇലാ ഷജറത്തിൻ, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ച വരണ്ടല്ലോ അവിടേക്ക് ഞാൻ ചാഞ്ഞു. അങ്ങനെ റക്അത്ത് ഇൻദഹ റക്അത്തിൻ, കണക്കില്ലാതെ ഒരുപാട് റക്അത്ത് ആ മരത്തിന്റെ അടുത്ത് വെച്ച് നിസ്കരിച്ചു. കാരണം എന്താ? അത് മറ്റൊന്നുമല്ല, അവിടെ ആ മഹാ നിസ്കരിച്ച സ്ഥലമാണത്. അത് ബർക്കത്തെടുത്തു. എന്നിട്ട് തുമ്മ അദ്ദേഹത്തിൽ മൗലി അല്ലതി മാത്തതി ഷാപ്പ്, ആ യുവാവ് മരിച്ചു കിടന്ന സ്ഥലം വേറെയാണ്. ആ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് ചെന്നു നോക്കുമ്പോൾ ഫലം അജിദുലഹു അസറൻ, അങ്ങനെ ഒരു അടയാളം ആ പ്രദേശത്ത് കാണാനില്ല, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ മരിച്ചയാൾ ഒരു അഡ്രസ്സോടെ ഇല്ല. വല അറത്തുലു ഖബറൻ, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല. റളിയല്ലാഹു അൻഹു, മഹാനാണ്, ഇത്രേ എന്റെ അറിവുള്ളൂ. ഈ കഥ ബഹുമാനപ്പെട്ട ദിന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നു. എന്താണ് ഇതിലെ പാഠം? നമ്മളിത് പഠിക്കുന്നതിന്റെ പാഠം എന്താ? ഉപദേശം നടത്താം, ക്ലാസ് നടത്താം, വയന്ന് പറയാം, എഴുതാം. പക്ഷെ നമ്മുടെ ജീവിതം എന്തായിരിക്കണം? നമ്മുടെ സംസാരം എന്തായിരിക്കണം? നമ്മുടെ എഴുത്തെന്തായിരിക്കണം? നമ്മുടെ ജീവിതം എന്തായിരിക്കണം? നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ആദരിക്കുമാർ. അതാണ് മലക്കിനേക്കാൾ ഉന്നത പദവിയിലേക്ക് മനുഷ്യരെത്താൻ കഴിയും. എത്തിയിട്ടുണ്ടല്ലോ പ്രവാചകന്മാര്. അവർക്കെന്താ എത്ര ഉന്നത പദവിയിലെത്തി? മലക്ക് ലോകത്തിനേക്കാൾ മികവുരത്തിൽ അവരൊക്കെ മനുഷ്യരാണ് അവർ. അപ്പൊ ആ ആത്മീയപരമായിരിക്കുന്ന ഉയർച്ച മലക്ക് സഹായിച്ചുകൊണ്ടിരിക്കും എന്നത് പാടല്ലേ. ഇതിൽ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല. യുവകോമളനാണ് അദ്ദേഹം. പക്ഷെ ആ യുവകോമളൻ തന്റെ യുവത്വം മുഴുവനും നിയന്ത്രിച്ചു വെച്ച് ഈ സബീലിലയിൽ ഒരുക്കി വെച്ചു. അങ്ങനെ നിയന്ത്രിച്ചു പോയ മഹാനാണ് എന്നാണ് പാഠം.